പവിത്രം സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ശങ്കരനാരായണൻ എന്തോ സ്വപ്നം കണ്ട് ചാടി എഴുന്നേൽക്കാണ്. അപ്പോൾ പത്മൻ ചോദിക്കുന്നുണ്ട്, എന്താ ശങ്കരേട്ടാ, എന്താ പറ്റിയത്, വല്ല വൈകാരികം തോന്നുന്നുണ്ടോ? അപ്പോൾ പെട്ടെന്ന് ശങ്കരൻ പറയാണ്, അത് പിന്നെ ഞാൻ വേദേ സ്വപ്നം കണ്ടു, അവളെ കുറേ പേര് ചേർന്ന് ഓട്ടിക്കുന്നതും അവൾ എവിടെയോ ചെന്ന് കയറുന്നതും ആ ചെന്ന് കയറുന്നത് വലിയൊരു കുരുക്കിലാകുന്നതും അങ്ങനെ എന്തൊക്കെയാ കണ്ടത്. അപ്പോൾ പത്മം പറയുന്നുണ്ട്, അവളെ പറ്റി മാത്രം ആലോചിച്ച് കിടന്നിട്ടാ ശങ്കരൻ, നമ്മൾ ജീവിച്ചിരുന്നിട്ടും എന്താ നമ്മുടെ പെമ്മക്കൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയുമ്പോൾ പത്മം പറയാം, അത് വേദ തന്നെയല്ലേ അവളുടെ ജീവിതം തിരഞ്ഞെടുത്തത്. എന്തായാലും ദീപ്തി നമ്മൾ ഇനി പറയുന്നത് പോലെ തന്നെ കേട്ടോളും, വേദയുടെ ജീവിതമാണ്. അപ്പോൾ ശങ്കരൻ പറയാണ്, ഞാൻ നാളെ അവളോട് സംസാരിക്കാനിരിക്കുക, ഇന്ന് അവളും ദർശനും സംസാരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ പത്മം പറയാം, അവരെ അമ്മ എപ്പോഴും കാണാറും സംസാരിക്കാറുള്ളതുമാണല്ലോ, അതിലിപ്പോൾ എന്താ ഉള്ളത്? അപ്പോൾ ശങ്കരൻ പറയുകയാണ്, അതുപോലെയല്ല, അവളിപ്പോൾ അവനെ ഉപേക്ഷിച്ച് എല്ലാം ഉപേക്ഷിച്ച് തിരികെ വീട്ടിലേക്ക് വന്നതല്ലേ, ഇനി അവളോട് ദർശനെ പറ്റി സംസാരിക്കാം, അവർ തമ്മിൽ ഒന്നിക്കുന്നതാണ് നല്ലത്. രണ്ടുപേരും സംസാരിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിന് എന്തോ ഒരു സന്തോഷം തോന്നി. നമ്മളുടെ പെമ്മക്കളുടെ ജീവിതം എങ്ങനെയെങ്കിലും സേഫ് ആക്കണം. ഈ പ്രപ്പോസലുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ എൻ്റെ തീരുമാനം. എന്തായാലും നാളെ രാവിലെ തന്നെ അവളോട് ഞാൻ ഇക്കാര്യം സൂചിപ്പിക്കും. ഈ കല്യാണം എത്രയും പെട്ടെന്ന് ഉറപ്പിക്കണം, എന്നാലേ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവും. ഈ സമയം മുറിയിൽ വേദ വിക്രമിനെ കാണാതെ അവിടെ എല്ലാം അന്വേഷിച്ച് നടക്കുകയാണ്. ഈ വിക്രം ഈ രാത്രിയിൽ എങ്ങോട്ടാ പോയെന്ന് ചിന്തിച്ച് അവിടെ ഇവിടെ നടന്നിട്ട് പെട്ടെന്ന് ഫോൺ എടുത്ത് ഇഷിതയെ വിളിക്കുന്നു. അങ്ങനെ ഉറങ്ങിക്കിടന്ന ഇഷിത ഫോൺ എടുത്തിട്ട്, എന്താ വേദ, എന്താ പറ്റിയത്? അപ്പോൾ വേദ പറയുകയാണ്, അത് പിന്നെ വിക്രമിനെ ഇവിടെ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇഷിത, കാണുന്നില്ലേ, എങ്ങോട്ട് പോകാനാ? വേദ പറയുകയാണ്, ഞാൻ ഉറങ്ങുന്നത് വരെ വിക്രം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇടയ്ക്ക് എഴുന്നേറ്റ് നോക്കിയപ്പോൾ കാണുന്നേയില്ല, വിക്രമിന്റെ ഫോണും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ചിരിച്ചുകൊണ്ട് ഇഷിത പറയുകയാണ്, നീ ഉറങ്ങിക്കഴിഞ്ഞിട്ടാ പോയതെങ്കിൽ അതിനൊരു കാരണമേ ഉള്ളൂ, നീ ഉണരുന്നതിന് മുൻപ് വിക്രം ഇവിടെ എത്തിയിരിക്കും, പിന്നെ ഫോൺ അവിടെ ഉപേക്ഷിച്ചിട്ട് പോയത് തിരികെ വരും എന്നുള്ള സൂചന തന്നെ, നീ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. അപ്പോൾ വേദ പറയാം, അല്ല പോകുന്നതിനിടയ്ക്ക് പോലീസുകാർ എന്തെങ്കിലും പിടിച്ചാൽ എനിക്ക് പേടിയാവുമെന്ന് പറയുമ്പോൾ ഇഷിത പറയാം, ഒന്നും സംഭവിക്കില്ല, നീ ധൈര്യമായിട്ടിരിക്കെ, പോയി കിടന്നുറങ്ങിക്കേ എന്ന് പറഞ്ഞ് ഇഷിത ഫോൺ കട്ട് ചെയ്യുന്നു. വേദ ആകെ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നിട്ട് എന്നിട്ട് കട്ടിലിൽ പോയി കിടന്നുറങ്ങുകയാണ്. ഈ സമയം വിക്രം അന്മയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ അവർ കിടക്കുന്ന റൂമിൻ്റെ ഡോറിൽ ഇങ്ങനെ തട്ടുമ്പോൾ പെട്ടെന്ന് മാഷ് എഴുന്നേറ്റ് പോയി ആരാ എന്ന് നോക്കുന്നു. അങ്ങനെ വിക്രം മാസ്ക് മാറ്റുമ്പോൾ വിക്രമാണെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് മാഷ് വിക്രമിനെ അകത്താക്കിയിട്ട് മാഷ് കതവിന് കുറ്റിയിടുന്നു. അങ്ങനെ അമ്മ വിക്രമിനെ കണ്ട ഉടനെ, മോനെ വിക്രം എന്ന് പറഞ്ഞ് വിക്രമിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അപ്പോൾ മാഷ് പറയുകയാണ്, കരയാതെ കമലെ, നീ എന്തിനാ ഇങ്ങനെ കിടന്ന് കരയുന്നത്? അപ്പോൾ കമല പറയുന്നുണ്ട്, അത് പിന്നെ എനിക്ക് എൻ്റെ മകനെ കണ്ട സന്തോഷം കൊണ്ടാണ്. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, നീ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് സേഫ് അല്ല, ഇപ്പോൾ SI എല്ലാവരും നിന്നെ അന്വേഷിച്ച് നടപ്പാം. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, എന്നെ അവർക്കൊന്നും പിടിക്കാൻ കഴിയില്ല. അപ്പോൾ മാഷ് പറയുകയാണ്, ചിലർക്ക് ചില അബദ്ധങ്ങൾ പറ്റുന്ന ഇതുപോലെ ആത്മവിശ്വാസം കൊണ്ട് നടക്കും, ചിലപ്പോൾ അവരുടെ കെണിയിൽ ചെന്ന് വീഴുകയും ചെയ്യും. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഒന്നുമില്ല അച്ഛാ, പേടിക്കാതെ, ഞാൻ വരുന്നത് ആരും കണ്ടിട്ടില്ല. അപ്പോൾ അമ്മ പറയുകയാണ്, മോനെ കണ്ടപ്പോഴാണ് എനിക്ക് സമാധാനമായത്. വേദ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് മോനെ കണ്ടപ്പോഴാണ് ഒന്ന് സമാധാനമായത്. അങ്ങനെ മാഷ് പറയുകയാണ്, നീ ആ വീട്ടിൽ കഴിയുന്നത് അത്ര സേഫ് അല്ല, നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നിന്നെ അവിടെ വെച്ച് പോലീസ് പിടികൂടിയാൽ ആ ജഡ്ജിയുടെ അവസ്ഥ എന്താവും? അവരെല്ലാവരുടെ മുന്നിൽ മോശക്കാരാവില്ലേ? നീ എത്രയും വേഗം ആ വീട്ടിൽ നിന്ന് മാറണം. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് അമ്മ പറയാം, മാഷ് എന്തൊക്കെയായി പറയുന്നത്, എങ്കിൽ ഒരു വഴി മാഷ് തന്നെ പറഞ്ഞു കൊടുക്ക്. ഇത് കേട്ടിട്ട് മാഷ് പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യ്, സറണ്ടർ ആവ്. കമല കരഞ്ഞുകൊണ്ട് പറയാം, മാഷ് എന്തൊക്കെയായി പറയുന്നത്, കീഴടങ്ങാനോ? അതൊന്നും പറ്റില്ല. അപ്പോൾ മാഷ് പറയാം, ഇല്ല, ഇവൻ്റെ ഈ അവസ്ഥയിൽ അവൻ കീഴടങ്ങുന്നത് തന്നെയാണ് നല്ലത്, അല്ലെങ്കിൽ ആ ശങ്കരനാരായണൻ്റെ മുന്നിൽ തന്നെ ആവട്ടെ, എല്ലാം തുറന്നു പറയണം, എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്നും പറയണം, അപ്പോൾ പിന്നെ ഒന്നും പേടിക്കാനില്ല. അപ്പോൾ വിക്രം പറയുകയാണ്, എല്ലാം തീരുമാനിച്ചത് വേദ തന്നെയല്ലേ, വേദ എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയത്, അപ്പോൾ ഇനിയുള്ള കാര്യങ്ങളും വേദ തന്നെ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ രാവിലെ വേദ എഴുന്നേറ്റ് നോക്കുമ്പോൾ വിക്രം താഴെ കിടക്കുന്നു. വേദയാണെങ്കിൽ ഒരു തലേനെടുത്ത് വിക്രമിൻ്റെ ദേഹത്തിനെ അടിക്കുമ്പോൾ വിക്രം ചിരിച്ചുകൊണ്ട്, എന്താ വേതാളം? വിക്രം ഇങ്ങനെ ചിരിച്ചു കാണിക്കുമ്പോൾ വേദയ്ക്ക് എന്തിനാ ഇങ്ങനെ നീളിക്കുന്നത്? അപ്പോൾ വിക്രം പറയാണ്, അത് പിന്നെ രാവിലെ തന്നെ കല്ലിൽ നിൽക്കുന്ന ആ ഭദ്രകാളിയെ ഒന്ന് തണുപ്പിക്കണമെങ്കിലേ ചിരിച്ചു കാണിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ്. നിന്നെ കാണാനേ ഒരു ലക്ഷ്മി ദേവിയുടെ ലുക്ക, പക്ഷേ നീ ഇങ്ങനെ കലി തുള്ളി നിൽക്കുമ്പോൾ എന്തിനാ ഇങ്ങനെ ഭദ്രകാളിയാവുന്നത്? അതുകൊണ്ട് നേരെ ചെയ്ത് നിന്നൂടെ? അപ്പോൾ വേദ സ്വന്തമായിട്ട് തലയ്ക്ക് ഇങ്ങനെ അടിക്കുമ്പോൾ വിക്രം ചോദിക്കുന്നത്, എന്ത് പറ്റി? പറയാം, ഈ ചളിയൊക്കെ കേട്ടിട്ട് എന്നെ തന്നെ ഉപദ്രവിച്ചതാ, എങ്ങോട്ടും പോകരുതെന്ന് ഒരു 100 വട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. അപ്പോൾ വിക്രം പറയാം, ഞാൻ പറഞ്ഞല്ലേ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന്, നീ കേൾക്കാഞ്ഞിട്ടല്ലേ? അല്ല, ഞാൻ എൻ്റെ അമ്മയെ കാണാൻ പോയതാ. അപ്പോൾ വേദ ചോദിക്കുക, എന്നിട്ട് അമ്മ എന്ത് പറഞ്ഞു? അമ്മയ്ക്ക് എന്നെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി, തിരിച്ച് ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നില്ലേ. അപ്പോൾ വേദ പറയാം, എന്തിനാ ഇങ്ങോട്ട് വന്നത്, അങ്ങോട്ട് അങ്ങ് പൊക്കൂടായിരുന്നു. അപ്പോൾ വിക്രം പറയാം, ഇങ്ങോട്ട് നിന്നെപ്പറ്റി ആലോചിച്ചപ്പോൾ നീ എന്തായാലും എന്നെ ഇവിടെ സേഫാക്കി നിർത്തിയേക്കുമല്ലേ, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. വേദ പറയാം,
അതൊന്നും വേണ്ടായിരുന്നു. അല്ല അച്ഛനെന്താ പറഞ്ഞേ? അപ്പോൾ വിക്രം പറയുകയാണ്, അച്ഛനെന്താ പറയാനാ, സറണ്ടർ ആവാൻ പറഞ്ഞു ശങ്കരനാരായണൻ്റെ മുന്നിൽ. എന്നിട്ട് പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്നും പറയാൻ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് വേദ പറയാം, ഇതൊക്കെ എനിക്ക് അറിയാഞ്ഞിട്ടാണോ ഇതൊന്നും ഞാൻ ചെയ്യാത്തത്? എത്ര പോലീസ് പ്രൊട്ടക്ഷൻ കിട്ടിയാലും അവിടെ വെച്ച് വിക്രമിനെ തീർക്കാനുള്ള ആയുധമുള്ളവരാ നമുക്ക് എതിരാളികളായിട്ട് നിൽക്കുന്നത്. അപ്പോൾ വിക്രം ചോദിക്കുക, നീ ആരെയായി പേടിക്കുന്നത്? ആ വാസവനെയാണോ? അപ്പോൾ വേദ പറയാം, വാസവൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല, പറഞ്ഞിട്ടേ കൊല്ലുന്നെങ്കിൽ കൊല്ലു, പക്ഷേ ഇവരങ്ങനെയല്ല, ഒളിഞ്ഞു നിന്നാ കളിക്കുന്നത്. അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, നീ ആരെയാ പേടിക്കുന്നതെന്ന് പറ. വേദ പറയുകയാണ്, ഞാൻ എൻ്റെ സ്വന്തം ചോരയോടാണ് ഈ കളി കളിക്കുന്നത്. വിക്രം ആര്, ശ്രീകാന്തോ എന്ന് ചോദിക്കുമ്പോൾ വേദ പറയാം, അതെ, ഞാൻ എൻ്റെ ചോരയോട് തന്നെ ഇപ്പോൾ ഈ കളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും അവരെയൊക്കെ പൂട്ടണം. വേദ നടന്ന കാര്യങ്ങളെല്ലാം വിക്രമിനോട് പറയുമ്പോൾ ദേഷ്യം കൊണ്ട് വിക്രം പറയുകയാണ്, എന്നിട്ട് നീ എന്താ ഇതുവരെ എന്നോടൊന്നും പറയാതിരുന്നത്? അപ്പോൾ വേദ പറയാം, വിക്രം എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയാത്തതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. അങ്ങനെ വിക്രം ദേഷിച്ച് എഴുന്നേറ്റിട്ട് പറയാം, ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇപ്പോഴും റിയാക്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിനെ അടിക്കാനായിട്ട് ഒരുങ്ങുന്നു. അങ്ങനെ വേദ പിടിച്ചു നിർത്തുന്നു. ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്ത അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ കാണുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത്. താങ്ക്